നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കവേ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. തന്റെ മകൾക്കും കോളേജിൽ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നതായി പൂർവ്വ വിദ്യാർത്ഥിനിയുടെ അമ്മ മൊഴി നൽകുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട റെക്കോർഡ് ബുക്കിൽ ടീച്ചറുടെ ഒപ്പ് തന്റെ മകൾ ഇട്ടതായി ആരോപിച്ചു. സഹപാഠികളുടെ മുന്നിൽ വെച്ച ടീച്ചർ തന്റെ മകളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അപമാനിച്ചു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അധ്യാപിക കയർത്ത് സംസാരിച്ചുവെന്നും വിദ്യാർത്ഥിനിയുടെ അമ്മ പറയുന്നത് വ്യക്തമാണ്. കഴിഞ്ഞ നവംബറിലായിരുന്നു സംഭവം നടന്നത്. വിളിക്കുമ്പോഴെല്ലാം മകൾ വിഷമത്തിലായിരുന്നു എന്ന് തോന്നിയിരുന്ന അമ്മ നിർബന്ധിച്ച് ചോദിച്ചപ്പോഴായിരുന്നു വിവരം പറഞ്ഞത്. മകൾ എന്റെ അടുത്ത് പൊട്ടിക്കരയുകയായിരുന്നു എന്നും അമ്മ പറയുന്നു. സഹപാഠികളുടെ മുന്നിൽ വെച്ച് ടീച്ചർ മകളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അപമാനിച്ചു. എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യാത്ത കാര്യത്തിന് തന്റെ മകളെ അപമാനിച്ചു എന്നും അമ്മ പറയുന്നുണ്ട്. വിവരം ചോദിക്കാൻ ടീച്ചറെ താൻ വിളിച്ചപ്പോൾ ടീച്ചർ തന്നോട് കയർത്ത് സംസാരിച്ചു എന്നും മകൾ അങ്ങനെ ചെയ്യില്ല എന്ന് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ വല്ലാതെ കയർത്തുവെന്നും അവർ പറയുന്നു. മകൾക്ക് ടെൻഷൻ വന്ന് ശ്വാസമുട്ടലാണെന്നും ടീച്ചർ പറഞ്ഞു. മകളെ ആശുപത്രിയിൽ കാണിക്കാൻ പോവുകയാണെന്നും ടീച്ചറോട് പറഞ്ഞിരുന്നു. ആരാണ് തന്റെ ഒപ്പിട്ടതെന്ന് അറിയണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച കുട്ടിയോട് വരാൻ പറഞ്ഞിരുന്നു. താൻ ഒപ്പിട്ട് നൽകാമെന്നും ടീച്ചർ അറിയിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥിയുടെ അമ്മ ഈ കോളേജിനെതിരെ വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. പറയണം മോനെ, ഏതായാലും ഇനിയിപ്പോ നമ്മൾ പേടിച്ച് നമ്മളെ കുഞ്ഞവിടെ നിറങ്ങി. ഞാൻ ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചായിരുന്നു. മുഖം നോക്കിയായിരുന്നു ആ പണ്ടാരം കോളേജിലെ ടീച്ചർമാരാണേലും പിന്നെ എന്ത് തോന്നിവാസം കാണിക്കുന്നവളുമാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു മുഖം നോക്കിക്കൊണ്ട്. ഈ ലാസ്റ്റ് ഇയർ വന്നപ്പോഴത്തേന് എൻ്റെ കുഞ്ഞ് എന്തുമാത്രം മാനസിക വിഷമതകൾ അനുഭവിച്ച് കിടന്നു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കോ ഇവരുടെ റെക്കോർഡ് ബുക്കോ അതേലേതാണ്ട് ടീച്ചർ ഇടേണ്ട സ്ഥാനത്ത് ടീച്ചറിൻ്റെ ഒപ്പ് ഇവളിട്ടെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇത് 2 ദിവസമായിട്ട് കൊച്ചിനെ വിളിക്കുമ്പോൾ അവൾ മൂഡ് ഓഫാ. എന്നാന്ന് ചോദിച്ചിട്ട് പറയത്തില്ല. അവസാനം ഇവൾ പൊട്ടിക്കരഞ്ഞ് എൻ്റെ അടുക്കൽ പൊട്ടിക്കരഞ്ഞ് ആ നിമിഷം ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അവരാദ്യം എന്നോട് അങ്ങോട്ട് കയർത്തോണ്ട് വന്നു. ഞാൻ കുറച്ച് പിള്ളേരോട് തിരക്കി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെങ്കിൽ ഇതാര് ചെയ്തു അതാ അവർക്കറിയണ്ടേ. ഞാൻ പറഞ്ഞു ആര് ചെയ്താലും എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ആ കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ടീച്ചറെ നോയമ്പ് നോക്കി അവൾ ഈ വർഷം പരിമലയ്ക്ക് ഞങ്ങൾ നടന്നു പോയിട്ട് വന്നിട്ടിരിക്കുന്ന സമയം ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞത് ചെയ്യത്തില്ല ഞാൻ ഉറപ്പ് പറഞ്ഞു അവരോട്. ആ ഉറപ്പിൻ്റെ ഒറ്റ കാര്യത്തിലാണ് നമ്മളും പ്രതികരിച്ചുകൊണ്ട് അല്ലേലുണ്ടല്ലോ ആ ഒറ്റ നാമത്തിൽ. അവസാനം അവൾ എന്നോട് ഇവൾ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഇവൾ ഒപ്പിട്ട് കൊടുത്താലേ എന്തോ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം ഹോളിൽ ഇതിൻ്റെ ഇത് കാണിക്കുമോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിലെ സംഭവമാണ്. ഓർത്തോണം നവംബറിലാണ് സംഭവം. പിന്നെ പരീക്ഷയ്ക്ക് എന്നാ നാളുണ്ടെന്ന് ഞാൻ ചെയ്ത് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലാന്ന് പറഞ്ഞു. അവൾക്ക് ഈ ടെൻഷനെല്ലാം കൂടെ കയറിയിട്ട് എല്ലാ പിള്ളേരുടെയും മുമ്പിൽ വെച്ച് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞ് എന്തുമാത്രം ഒരു കൊച്ചിനെ അവമാനിക്കുക, അത് മുഴുവൻ അവമാനിച്ചു. ആ കൊച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ആരും അറിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമതകൾ എന്തുമാത്രം. എൻ്റെ കുഞ്ഞിന് ഞാൻ വിളിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഈ അടുത്ത ദിവസം വീട്ടിലോട്ട് പോരെ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ബുക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വായി പിടിച്ചിടത്തോളം പറഞ്ഞു. ഉടനെ അവരെന്നോട് പറഞ്ഞ വർത്താനം കേൾക്കണോ, വിഷമിക്കുകയൊന്നും വേണ്ട, തിങ്കളാഴ്ച എൻ്റെ അടുക്ക വരാൻ പറ, ഞാൻ ഉപ്പിട്ട് കൊടുത്തോളാമെന്ന്. എടുത്തടിച്ച് അവൾ എന്നോട് പറഞ്ഞ വർത്താനം. അപ്പം മുഖം നോട്ടോ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് ഓർത്തോണം. അത്രയും ഒരു പരട്ട കോളേജായിരുന്നത്.